To watch this video in English, please click the link given above. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ്. ആദ്യത്തെ വീഡിയോയിൽ തന്നെ സെല്ലിൻ്റെ ഡിസ്കവറിയെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സെല്ലാണ്. ഏതൊരു സെല്ലെടുത്താലും 3 പാർട്സാണ് ഉള്ളത്. സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം, സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം, ന്യൂക്ലിയസ് അഥവാ മർമ്മം. ഇതിൽ സെൽ വോൾ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ്, അതിനെ നമ്മൾ കോശഭിത്തി എന്നും പറയും. അപ്പോൾ സെൽ മെംബ്രെയിനും സെൽ വോളും ന്യൂക്ലിയസും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ന്യൂക്ലിയസ് ഉള്ള സെൽ, അതായത് യൂക്യാരിയോട്ടിക് സെല്ലും ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽ, അതായത് പ്രൊക്യാരിയോട്ടിക് സെൽ തമ്മിലുള്ള വ്യത്യാസവും സൈറ്റോപ്ലാസത്തിനെ കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈറ്റോപ്ലാസത്തിൽ കാണുന്ന സെൽ ഓർഗനൽസിനെ കുറിച്ചാണ്. അതായത് യൂക്യാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി, ഘടന വ്യത്യസ്തമാണ്, കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അപ്പോൾ അതിൽ കുറേ ബയോകെമിക്കൽ റിയാക്ഷൻസ് നടന്നാൽ മാത്രമേ സെല്ലിന് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന് ഓരോ ഫംഗ്ഷൻ നടക്കുന്ന ഭാഗങ്ങളും മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ സ്ട്രക്ചേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെൽ ഓർഗനൽസ്. ഈ സെൽ ഓർഗനൽസ് എല്ലാം മൈക്രോസ്കോപ്പിക് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതല്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, പ്ലാസ്റ്റിഡ്സ്, ലൈസോസോംസ്, വാക്യൂൾസ്, മൈറ്റോകോൺട്രിയ. ഒന്നൊന്നായി നമുക്ക് പഠിക്കാം. ആദ്യമായി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ ER. ഈ പേര് നമുക്ക് നോക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോ മീൻസ് വാട്ട്? ഇൻസൈഡ്, അകത്ത്. പ്ലാസ്മിക് മീൻസ് സൈറ്റോപ്ലാസം. അപ്പോൾ സൈറ്റോപ്ലാസത്തിന് അകത്ത് കാണുന്ന റെറ്റിക്കുലം. റെറ്റിക്കുലം എന്ന് വെച്ചാൽ എന്താ? ഒരു നെറ്റ് പോലെ, നെറ്റ്വർക്ക് പോലെ പരന്ന് അല്ലെങ്കിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന, അതിനെയാണ് പറയുന്നത് നെറ്റ്വർക്ക് അല്ലെങ്കിൽ റെറ്റിക്കുലം. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ അർത്ഥം മനസ്സിലായി. ഇനി അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്? അത് ട്യൂബ്യൂൾസ് ആകാം, വെസിക്കിൾസ് ആകാം. അതായത് ഈ മെംബ്രെയിൻ ഒരു ട്യൂബ് പോലെ ഇരിക്കുകയാണെങ്കിൽ അതിനെ ട്യൂബ്യൂൾ എന്നും, ഒരു ബാഗ് പോലത്തെ സ്ട്രക്ചർ ആണെങ്കിൽ അതിനെ വെസിക്കിൾ എന്നും പറയും. ഇനി നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ രണ്ടായി തരംതിരിക്കാം. ആദ്യത്തെ പേര് RER അഥവാ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. രണ്ടാമത്തേത് SER അഥവാ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ RER അഥവാ റഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിന്റെ പുറത്ത് എന്തോ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഇവിടെ കാണുന്നതാണ് RER. ഇതാണ് RER. ഓക്കെ, അപ്പോൾ അത് റഫായിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പൊ എന്താണ് അതിന്റെ പുറത്തിരിക്കുന്നതെന്നല്ലേ? അത് റൈബോസോം എന്ന മറ്റൊരു സെൽ ഓർഗനലാണ്. അപ്പോൾ ഈ റൈബോസോമിന്റെ ജോലി എന്തെന്ന് വെച്ചാൽ പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെല്ലിന് ധാരാളമായി പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. പ്രോട്ടീൻസിന് പല ഫങ്ഷൻസും നമ്മുടെ ബോഡിയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് എവിടെയാണ്? നമ്മുടെ റൈബോസോമിൽ. ഈ റൈബോസോം ഇരിക്കുന്നത് എവിടെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പുറത്ത്. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഒരു റഫ് അപ്പിയറൻസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇനി ഇവിടെ കണ്ടോ, ഇതിന്റെ പുറത്ത് യാതൊന്നുമില്ല. അതിനെ പറയുന്ന പേരാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതായത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോമേ ഇല്ല. അതുകൊണ്ട് അത് മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ സ്മൂത്ത് ആയി കാണപ്പെടുന്നു. ഇനി ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും, ന്യൂക്ലിയസിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിനോട് ചേർന്ന് വരുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് എന്ത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പക്ഷേ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയി കാണുന്നതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ ഈ റൈബോസോമിൽ പ്രോട്ടീൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം, പ്രോട്ടീൻസ് എവിടെയാണ് ഉണ്ടാകുന്നത്? RERന്റെ പുറത്താണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ആവശ്യത്തിനനുസരിച്ച് ഈ ചാനലിലൂടെ തന്നെ ഇത് പുറത്തു പോകും. അപ്പം നിങ്ങൾക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരയ്ക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതിപ്പം ഇവിടെ തുടങ്ങിയാൽ ഒരു ട്യൂബ് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ പല സ്ഥലത്തായിട്ട് അതിൻ്റെ എൻഡ് കൊണ്ടുവരിക. ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി ഈ പ്രോട്ടീൻസ് ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് ലിപ്പിഡ് അഥവാ ഫാറ്റ് ഉണ്ടാകും, കൊഴുപ്പുണ്ടാക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കോശസ്തരം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, കോശസ്തരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ട്, അല്ലേ? അപ്പോൾ സെല്ലിന് പുതിയ മെംബ്രെയിൻസ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? പ്രോട്ടീൻസും ലിപ്പിഡ്സും. എവിടെ നിന്ന് കിട്ടും? പ്രോട്ടീൻസ് ഇവിടെ ഉണ്ടാകും, ലിപ്പിഡ്സ് ഇവിടെ ഉണ്ടാകും. അപ്പം SERൽ ഉണ്ടാകുന്ന ലിപ്പിഡും RERൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനും ചേർത്ത് പുതിയ മെംബ്രെയിനെ ഉണ്ടാക്കുന്ന പ്രക്രിയ പറയുന്ന പേരാണ് മെംബ്രെയിൻ ബയോജെനിസിസ്. ഈ വേർഡ് മീനിങ് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. ബയോജെനിസിസ്, ബയോളജിക്കൽ ജെനിസിസ് എന്ന് വെച്ചാൽ എന്താ? സിന്തസിസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ. അപ്പോൾ പുതിയ മെംബ്രെയിൻ, ബയോളജിക്കൽ മെംബ്രെയിൻ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് എന്ത്? മെംബ്രെയിൻ ബയോജെനിസിസ്.
ഇനി ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സും ഈ മെമ്പറൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കൂടാതെ അവയെല്ലാം പലപ്പോഴും ചില ഹോർമോൺസ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. പ്രോട്ടീൻസ് ആണ് എൻസൈംസ് ആയിട്ടും വർക്ക് ചെയ്യുന്നത്. എപ്പോഴും ഇതൊരു റെട്ടിക്കുലമായിട്ടാണ് സെല്ലിനകത്ത് കാണുന്നത്. നമുക്കിനി അതിൻ്റെ ഫങ്ഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ അത് സെല്ലിനകത്ത് ഒരു ട്രാൻസ്പോർട്ടിംഗ് ചാനലായിട്ട് വർക്ക് ചെയ്യും. അതായത് പ്രോട്ടീൻ പോലെയുള്ള പദാർത്ഥങ്ങൾ, പ്രോട്ടീൻ ആ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ അടുത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സെല്ലിലുണ്ടാകുന്ന പല പദാർത്ഥങ്ങളും സെല്ലിൻ്റെ പല ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ട്രാൻസ്പോർട്ടിംഗ് ചാനലായിട്ടാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കാകാം, ചിലപ്പോൾ സൈറ്റോപ്ലാസത്തിൻ്റെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാനും സഹായിക്കുന്നു. ഇനി അടുത്തത് സൈറ്റോപ്ലാസ്മിക് ഫ്രെയിംവർക്ക് ഫോർ ബയോകെമിക്കൽ റിയാക്ഷൻസ്. സെല്ലിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം വർക്ക് ചെയ്യും. അതിൻ്റെ സർഫസിലാണ് ഇപ്പം നമ്മൾ പറഞ്ഞ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്, അല്ലേ? അതുപോലെ പല രാസപ്രവർത്തനങ്ങളും അതിൽ നടക്കാൻ സഹായകമാണ്. ഇത് ഞാൻ വരച്ചപ്പോൾ ഒരു വര പോലെ വരച്ചെങ്കിലും ഇത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള മെംബ്രെയിൻസ് ആണെന്ന് ഓർക്കുക. അപ്പോൾ സൈറ്റോപ്ലാസം ഫ്ലൂയിഡ് ആണ്, അവിടെ ഒന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സർഫസിലാണ് റിയാക്ഷൻസ് നടക്കുന്നത്. ഇനി മൂന്നാമത് ലിവർ സെൽസ് ഓഫ് വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക് ബോൺ ഉള്ള ആനിമൽസ്, അതായത് ഫിഷസ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇങ്ങനെയുള്ള ഓർഗാനിസത്തിലൊക്കെ, ബേർഡ്സ് ആൻഡ് മാമൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിൽ, അതായത് വെർട്ടിബ്രേറ്റ്സിലെ ലിവർ സെല്ലിൽ ഡ്രഗ്സും പോയിസൺസും ഒക്കെ ഡീടോക്സിഫൈ ചെയ്യും, അതായത് അവയൊക്കെ നിർവീര്യമാക്കും. അതിനാരാ സഹായിക്കുന്നത്? SCR. അപ്പോൾ SCR ഉള്ളി, അവിടെ RER പറയരുത്, SCR ഇൻ ദ ലിവർ സെൽസ് ഓഫ് വെർട്ടിബ്രേറ്റ്സ്. നമ്മുടെ ലിവർ എന്ന് പറയുന്നത് ഒരു ഡീടോക്സിഫൈങ് ഓർഗനാണ്. അപ്പോൾ ആ ഡീടോക്സിഫിക്കേഷൻ സഹായിക്കുന്ന ആരാണ്? നമ്മുടെ SCR. ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാംഫുൾ അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായ വസ്തുക്കളെ, അതായത് വിഷവും അതോ അല്ലെങ്കിൽ വളരെ പോയിസണസ് ആയിട്ടുള്ള ഡ്രഗ്സ്, അതെല്ലാം നിർവീര്യമാക്കുന്ന ഒരു പ്രവർത്തനം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ഫങ്ഷൻ. നമ്മളിനി ഓരോ ഓർഗനിൽ പഠിക്കുമ്പോഴും മെയിനായിട്ട് പഠിക്കേണ്ട 3 ആസ്പെക്ട്സ് ആണ്. ഒന്ന് അതിൻ്റെ സ്ട്രക്ചർ, 2 എവിടെ കാണുന്നു അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ, 3 അതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം, ഞാൻ തീർച്ചയായിട്ടും മറുപടി തരാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.